അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റാണ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. എന്താണ് സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡായി കിടക്കുന്ന ഷീറ്റ്. അപ്പോൾ ഇതിനകത്ത് രാജുവിൻ്റെ അമ്മയുടെ പ്രശ്നം ഉണ്ട്. ഇവിടെ രാജു എത്ര കൂട്ടിയിട്ടും ശരിയാവുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇത്രയും പേർക്ക് പാൽ നൽകേണ്ടെന്ന്. ഇതിൻ്റെ കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പാൽ വിറ്റതിൻ്റെ വിവരങ്ങളാണ് തോന്നുന്നത് ഇതെങ്ങനെ കണക്കാക്കും. ഇപ്പോൾ പാൽ വിറ്റുമ്പോഴും കടയിൽ സാധനങ്ങൾ വിൽക്കുമ്പോഴൊക്കെ പണ്ട് ഒരു ബുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാ കണക്കുകളും ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് തീർന്നു കഴിഞ്ഞാൽ പുതിയ ബുക്ക് വാങ്ങണം, അത് തീർന്നാൽ പുതിയ ബുക്ക് വാങ്ങണം, അവസാനം ബുക്കുകളുടെ എണ്ണം ഇങ്ങനെ കൂടും. അപ്പോൾ നമുക്കത് പരിശോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഓരോന്നും തപ്പിയെടുക്കണം. നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ കാണാം, നിങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ഒരു ഫയലിലാക്കി വെച്ച് ആ ഫയൽ ഒരു അതിനകത്തൊരു നട്ടും ബോൾട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കി ഇങ്ങനെ അലമാരി വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ നോക്കി പ്യൂണിൻ്റെ പണിയാണ് അത് എടുത്തുകൊണ്ട് വരുന്നത്. ഇനി എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ പേജ് മറിച്ച് അതിനകത്ത് എഴുതിയേക്കണ കണക്കുകളെല്ലാം നോക്കി കുറേ താമസം വരും. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കണക്കുകളെല്ലാം കൂട്ടുമ്പോൾ കണക്കുകളെല്ലാം ഇങ്ങനെ ബുക്കിനകത്ത് എഴുതി അത് ഓരോന്നും പരിശോധിക്കണം. ഇത് കണക്ക് നമ്മൾ കൂട്ടണം. അപ്പോൾ ഒരു പേജിനകത്തൊക്കെ എല്ലാം കണക്കുകൾ ഇങ്ങനെ എഴുതി കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു പേജിനകത്ത് എല്ലാം ടോട്ടൽ ഇവിടെ എഴുതും. അടുത്ത പേജ് വരുമ്പോൾ ഈ ടോട്ടല് ലാസ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് മുകളിൽ എഴുതും. എന്നിട്ട് അവിടുത്തെ കണക്കുകളെല്ലാം കൂടെ എഴുതി അതിൻ്റെ ടോട്ടൽ ഇവിടെ കാണും, ഈ ലാസ്റ്റ് ബാലൻസ് ഉൾപ്പെടെ. അത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ ഈ അന്നത്തെ ലാസ്റ്റ് ബാലൻസ് ഇവിടെ എഴുതും, അതെല്ലാം കൊടുക്കും. അങ്ങനെയാണല്ലോ കണക്ക് ബുക്ക് ഉണ്ടാകുന്നത്. അപ്പം എന്താ കുഴപ്പം? ഒന്നാമത്തെ പേജിൽ ഒരു തെറ്റ് വന്നാൽ 2, 3, 4, 5 എല്ലാം തെറ്റി. രണ്ടാമത്തെ പേജിലാണ് തെറ്റ് വരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് എല്ലാം തെറ്റും. അപ്പോൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കണം. അപ്പോൾ ഇത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലാക്കി. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനത്തെ കണക്കുകൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പ്രെഡ്ഷീറ്റ്. വിൻഡോസിൽ അത് എക്സൽ എന്ന് പറയും, എക്സൽ. ലിനക്സിലാണെങ്കിൽ ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്. കോടിക്കണക്കിന് വിവരങ്ങൾ അതിനകത്ത് കൊടുക്കാനൊക്കെ. അപ്പം ഇതിൽ പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ സ്പ്രെഡായി കിടക്കുന്ന ഷീറ്റ് തന്നെയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരികളുണ്ടാവും, ഇടത്തോട്ട് ഇങ്ങനെ നിരകളുണ്ടാവും. ഇങ്ങനെ കുറേ വരികളും നിരകളും ചേർന്നതാണ് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ ഏകദേശം ഇവിടെ A, B, C, D, E, F അങ്ങനെ അതിൻ്റെ നിരകൾക്കെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാല അക്ഷരങ്ങളാണ് കൊടുക്കണം. വരികൾക്കെല്ലാം സംഖ്യകൾ കൊടുക്കും. 1, 2, 3, 4 ഇങ്ങനെ താഴോട്ട്. ഇത് ABCDEFGH അങ്ങനെ പോയി 26 അക്ഷരം ഉണ്ടാവും. 26 അക്ഷരം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും. അപ്പം എന്താവും? AA, AB, AC അങ്ങനെ 26 എണ്ണം വരും. പിന്നെ BA, BB, BC അങ്ങനെ 26 എണ്ണം വരും. അങ്ങനെ ABCD പിന്നെ അങ്ങനെ Z വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AAA, AAB, AAC ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അങ്ങനെ ഏകദേശം 1024 നിരകൾ ഉണ്ടാവും. ഇങ്ങനെ ABCD 1024. ഇതെല്ലാം 2ന്റെ കൃതിയിലാണ് പറയണത് അല്ലേ. 2 സ്ക്വയർ 4, 2 ക്യൂബ് 8. അപ്പം 4, 8, 16, 32, 64. 64ന്റെ 2 കാതം ഇത് 2 സ്ക്വയർ, 2 കാതം 3, 2 4, 2 കാതം 5, 2 കാതം 6, 2 കാതം 7, പിന്നെ 256, 2 കാതം 8, പിന്നെ 512, 2 കാതം 9, അത് കഴിഞ്ഞ് 1024. ഒക്കെ 2ന്റെ ഗുണിതമായിട്ടാണ്. കാരണം അങ്ങനെയാണല്ലോ കമ്പ്യൂട്ടറിനകത്ത് എല്ലാം ഡീനറി സിസ്റ്റമാണ്. 2നെ അടിസ്ഥാനമാക്കിയ സംഖ്യകൾ അതിനകത്ത് കൊടുക്കണം. അത് പിന്നീട് ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇതിൻ്റെ ഒരു പരിധിയാണ് 1024 ചതുരങ്ങളുണ്ടാവും, നിരകളുണ്ടാവും. ഇനി താഴോട്ട് 1, 2, 3 അത് കൂടുതൽ കൊടുക്കാൻ പറ്റും, 5. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം 10,40,48,576 വരികളാണ് താഴോട്ട് വരുന്നത്. അത്രയൊന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഇതൊരു ഷീറ്റിൽ സാധാരണ ഡീഫോൾട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 ഷീറ്റ് ഉണ്ടാവും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അപ്പോൾ ഒരു ഷീറ്റിൽ തന്നെ ഇത്രയും വിവരങ്ങൾ കൊടുക്കാൻ പറ്റും, കോടിക്കണക്കിന് വിവരങ്ങൾ. അങ്ങനത്തെ വേറെ ഷീറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു 3 ഷീറ്റ് തൽക്കാലം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അല്ല, 256 ഷീറ്റുകൾ ഒരൊറ്റ പേജിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഒരൊറ്റ ഫയലിൽ. അപ്പോൾ നമ്മൾ ഒരു ഫയൽ തന്നെ മതി. ഇനി സൗകര്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഫയലുകളുടെ എണ്ണം വേണ്ടി കൂട്ടും. ഇപ്പോൾ ക്ലാസ് ഒക്കെ ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ മാത്രം ഒരു സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിൽ എ ഡിവിഷനിൽ ഒരു ഷീറ്റ്, ബി ഡിവിഷനിൽ ഒരു ഷീറ്റ്, സി ഡിവിഷൻ ഒരു ഷീറ്റ്, അങ്ങനെ എത്ര ഡിവിഷൻ ഉണ്ടോ അത്ര ഡിവിഷൻ ഷീറ്റ് വരും. ബാങ്കിലാണെങ്കിൽ ഓരോ കൗണ്ടറിനും ഓരോ ഷീറ്റ് വേണ്ടി കൊടുക്കാം. അപ്പോൾ ഏത് സ്ഥാപനമാണെങ്കിലും ഷീറ്റുകളുടെ എണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ ഒറ്റ ഷീറ്റിൽ ഇത്രയും വിവരങ്ങൾ കൊടുക്കാൻ പറ്റും. ഷീറ്റിന്റെ എണ്ണം കൂടുതൽ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഏതെങ്കിലും ഒരു നമ്പർ തപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിനും പറ്റും. മുകളിൽ അഡ്രസ് ഉണ്ട്. ഇതിന് ഓരോ സെല്ലിനും ഓരോ പേരുണ്ട്. ഇതിന് ഓരോ സെല്ലുകൾ എന്നാണ് പറയുന്നത്. ഇത് എയിലെ 1, അപ്പോൾ ഇത് A1, ഇത് ബിയിലെ 1, ഇത് B1, ഇത് സിയിലെ 1, C1. ഇതാണ് അതിന്റെ സെൽ അഡ്രസ്. ഇത് എയിൽ 2, ബിയിൽ 2, സിയിൽ 2, അങ്ങനെ ഓരോ സെല്ലിനും അഡ്രസ് ഉണ്ടാവും. ആദ്യത്തെ അക്ഷരം അതിന് ഏത് നിരയിലാണ്, രണ്ടാമത്തെ അക്ഷരം ഏത് വരിയിലാണ്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ സെൽ അഡ്രസ് കൊടുക്കും. അപ്പം എത്ര വേണമെങ്കിലും സെൽ അഡ്രസ് ഉണ്ടാവും. നമുക്ക് ഏത് കോളത്തിലാണ് വരുന്നത്, എത്രാമത്തേലാണ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സെൽ അഡ്രസ്സിൽ കൊടുത്താൽ മതി. ഇപ്പം ഇതിനകത്ത് CC3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറ്റത്ത് CCയിലെ 3ാമത്തായിരിക്കും കിട്ടുന്നത്. CC34 എന്ന് പറഞ്ഞാൽ CCയിൽ 34ാമത്തെ കിട്ടും. കുറെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അതുകൊണ്ടാണ് സെല്ലിന്റെ എണ്ണം കുറയ്ക്കുന്നത്. കണ്ടുപിടിക്കാനും പറ്റും. കുറെ ഷീറ്റുകൾ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും ഷീറ്റുകളുള്ളത് ഒരെണ്ണമാണ് സ്പ്രെഡ്ഷീറ്റ്. വിവരങ്ങൾ ശേഖരിക്കാൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും അവയെ അപഗ്രഥിക്കാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളിൽ കമ്പ്യൂട്ടർ നിരവധി ലഭ്യമാണ്. തരംതിരിക്കാനും ക്രമം മാറ്റാനും വർഗീകരിക്കാനും മാത്രമല്ല സങ്കീർണമായ ഗണിതക്രിയകൾക്കും സഹായകമായ ഇത്തരം പ്രോഗ്രാമുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് എല്ലാ ഗണിത ക്രിയകളും ചെയ്യാൻ പറ്റും. പല ഗണിത ക്രിയകളും ഫോർമുലകളല്ല അതിനകത്ത് കൊടുക്കാൻ പറ്റും. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വ്യത്യസ്ത പേരിലാണ്. ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ അത് വ്യത്യാസം ഉണ്ടാവും. ന്യൂമെട്രിക് അതാണ് ഒരെണ്ണം. മൈക്രോസോഫ്റ്റ് എക്സൽ നിങ്ങൾ സാധാരണ നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന വിൻഡോസിൽ വരുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഉബണ്ടുവിൽ ഓപ്പൺ ഓഫീസ് കാൽക്ക്, പിന്നെ ലിബറൽ ഓഫീസ് കാൽക്ക്, അത് രണ്ടും ഉബണ്ടുവിൽ വരുന്ന. ഓപ്പൺ ഓഫീസും ഉണ്ടാവും, ലിബറൽ ഓഫീസും ഉണ്ടാവും. ആദ്യകാലത്ത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, ലിനക്സ് എന്നതിന് പേര്. അതിനകത്ത് നമ്മൾ ഓപ്പൺ ഓഫീസ് കാൽക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മാറ്റം വന്നു, പുതിയ വേർഷൻ വന്നപ്പോൾ ഉബണ്ടു എന്ന രൂപത്തിലേക്ക് ലിനക്സ് മാറി. ഇപ്പോൾ സ്കൂളുകളിലും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പഠന കേന്ദ്രങ്ങളിലൊക്കെ ഉപയോഗിക്കണ ഉബണ്ടു ആണ്. കുറച്ചും കൂടെ പുതിയ വേർഷനാണ്. അതിനകത്ത് ലിബറൽ ഓഫീസ് കാൽക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഓപ്പൺ ഓഫീസ് കാൽക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളുണ്ട്. സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇത് എടുക്കുന്നത് ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബറൽ ഓഫീസ് കാൽക്ക് വഴി ലിബർ ഓഫീസ് കാൽക്ക് തുറന്ന് ജാലകം പരീക്ഷ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ലിബറൽ ഓഫീസ് ജാലകം. ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സ്പ്രെഡ്ഷീറ്റിനകത്തെ സെല്ലുകളും വരിയും നിരയുമാണ് കാണിച്ചത്. ഇനി ഇതിനകത്ത് ഓരോ ഫോർമുലകൾ അപ്ലൈ ചെയ്യാനുള്ളത് അതിൻ്റെ മുകളിലുണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അതെല്ലാം ഓരോ ക്രിയകൾ ചെയ്യാനുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നത്. ഇത് തുക കാണാനുള്ളതാണ്. അതിൻ്റെ തൊട്ടിപ്പുറ മൈനസ് സമം ഫംഗ്ഷൻ കാണാനുള്ളതാണ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇനി അലൈൻമെന്റ് ടൂൾ ഉണ്ടാവും, ഇങ്ങനെ 3 നമ്മളൊരു
സെല്ലില് ഒരാളുടെ പേര് എഴുതിയെന്ന് കരുതുക, എപ്പോഴും ഇത് ഇടതുവശത്തേ കിടക്കുള്ളൂ. ഇടതുവശത്ത് നിന്ന് പേര് ഇങ്ങനെ ഇവിടം വരെ കിടക്കും. അപ്പൊ നമുക്ക് ഇടതുവശത്തേക്ക് തിരിഞ്ഞിരിക്കണം, നടുക്കിലേക്ക് ആകണമെങ്കിൽ നടുക്കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ അലൈൻമെന്റ് നടുക്കാവും. റൈറ്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ വലതുവശത്തേക്ക് പോകും. അപ്പൊ സംഖ്യകളെല്ലാം സാധാരണ ലെഫ്റ്റ് അലൈൻമെന്റിലാണ് കിടക്കണം, കോളങ്ങളല്ല. നമ്പറുകൾ സീരിയൽ നമ്പറൊക്കെ കൊടുത്താൽ പേരുകൾ സാധാരണ ആ കോളത്തിന്റെ നടുക്കിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പൊ അതിനുള്ളതാണ് അലൈൻമെന്റ് ടൂള്. ഇനി അതിന് തൊട്ടിപ്പോഴും മെർജ് ടൂൾ ഉണ്ട്. ഇപ്പോ 1, 2 ഈ രണ്ടിലേയും കൂടെ ഒന്നിച്ച് മെർജ് ചെയ്തെടുക്കണം കരുതുക. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മള് സ്കൂളിൽ ഒരു ടൈം ടേബിൾ നിർമ്മിക്കുക. നിങ്ങൾ പഠിച്ച കാലത്തൊക്കെ ഉണ്ടാവും. ടൈം ടേബിൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഇവിടെ ഡേറ്റ്സ്, ഇവിടെ പീരീഡ്. പക്ഷെ ഈ പീരീഡ് 2 കോളം വേണ്ടി വരും. ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, അത് കഴിഞ്ഞാൽ ഇന്റർവെൽ, തേർഡ്, ഫോർത്ത്, അത് കഴിഞ്ഞാൽ ഒരു വലിയ ഇന്റർവെൽ, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. ഇത് ആദ്യത്തെ സെഷൻ. ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡും കഴിഞ്ഞാൽ ഒരു ഇന്റർവെൽ, തേർഡ്, ഫോർത്തും കഴിഞ്ഞാൽ ന്യൂൺ മീൽസിനുള്ള ഇന്റർവെൽ, ഫിഫ്ത്തും സിക്സ്തും കഴിഞ്ഞാൽ ഒരു ഇന്റർവെൽ, സെവൻത് കഴിഞ്ഞാൽ സ്കൂൾ ഓവർ. അപ്പോ ഇവിടെ വരുമ്പോ ഇതിനെല്ലാം ഓരോ നിരകൾ കൊടുക്കണം. അപ്പൊ ഇത് 1, ഇത് 2 അങ്ങനെ ആവുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു 1, 2, 3, 4, 5, 6, 7 എണ്ണം. ഈ 2 എണ്ണത്തിനകത്ത് ഇങ്ങനെ ഒന്നിച്ച് മെർജ് ചെയ്യേണ്ടി വരും. എവിടെയാ മെർജ് ചെയ്യേണ്ടി വരുന്നത്? ഈ 2 കോളങ്ങൾ എടുക്കുക, ഈ 2 സെല്ലുകൾ എടുത്ത് മെർജ് ചെയ്ത് വയ്ക്കുക. ഇത് 2 എടുത്ത് ഒഴിവാക്കുക, മെർജ് ചെയ്ത് വയ്ക്കുക. ഇത് 2 എടുത്ത് മെർജ് ചെയ്യും. ഇനി അപ്പൊ ഇവിടെ 2 വര വരും. ഈ 2 എണ്ണം മുകളിലത്തെ താരത്തെയും 2 കോളം എടുത്ത് 2 വരി എടുത്തിട്ട് റോ എടുത്ത് മെർജ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു മെർജിങ് വന്നു. ഡേയ്സ് ഇവിടെ 3 എടുത്ത് മെർജിങ് വന്നു. ബാക്കിയെല്ലാം മാറ്റമൊന്നുമില്ല. ഇനി തിങ്കളാഴ്ച 2 സെക്ഷനാന്ന് കരുതുക. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ 2 ആയിട്ട് തിരിക്കാം. ഇത് 2 കോളം 3, 4 ഒന്നിച്ച് മെർജ് ചെയ്ത് വയ്ക്കാം. അപ്പോ തിങ്കളാഴ്ച 1ാമത്തെ പീരീഡ് 2 സെക്ഷൻ, 2ാമത്തെ പീരീഡ് 2 സെക്ഷൻ, 3ാമത്തെ പീരീഡ് 2 സെക്ഷൻ, അങ്ങനെ സെക്ഷൻ എടുത്തിരിക്കാം. ഇങ്ങനെ ഓരോന്നിനാണ് ഈ മെർജിങ്ങിന്റെ ആവശ്യം വരുന്നത്. ഇനി സംഖ്യകളൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതി ഒരു സംഖ്യ എഴുതി 3.467. ഇപ്പൊ നമ്മൾ എങ്ങനെയൊരു സംഖ്യ ഇതിനകത്ത് എഴുതിയെന്ന് എഴുതാം. ഇത്രയും ദശാംശങ്ങൾ വേണ്ടി വരില്ല. നമുക്കിത് 2 സ്ഥാനത്തിന് കറക്റ്റ് ചെയ്യണം. കണക്കിന് അതിന് മെത്തേഡ് ഉണ്ട്. 3.467 ഇപ്പൊ രൂപയാണെങ്കിൽ 3 രൂപ 46 പൈസ, പിന്നെ ഒരു 7 വന്നാൽ 1 പൈസയുടെ 70%. അപ്പൊ നമുക്ക് ആവശ്യമില്ല, പൈസക്ക് 2 അക്കം മതി കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ. ഇപ്പൊ 2 സ്ഥാനത്തിന് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ 3ാമത്തെ സംഖ്യ 5ഓ 5ൽ കൂടുതലാവുമ്പോൾ ഇവിടെ 1 കൂട്ടും, 47. ഇനി ഈ 3ാമത്തെ സംഖ്യ 2ആണെന്ന് കരുതുക. 3 രൂപ 46 പൈസ, 1 പൈസയുടെ 20%, 10ൽ 2. അപ്പോ അരയാണെങ്കിൽ അത് 1 ആക്കുള്ളൂ, അരയിൽ കുറവാണെങ്കിൽ അത് ഒഴിവാക്കും. അപ്പൊ 5ഓ 5 കുറവാണെങ്കിൽ ഇവിടെ 4, 6 തന്നെ. ഇതാണ് 2 സ്ഥാനത്ത് ശരിയാക്കുന്നത്. 1 സ്ഥാനത്ത് ശരിയാക്കുകയാണെങ്കിൽ ഇപ്പോൾ 6ആണ്, 5 കൂടുതലാണ്, ഇത് 3.5. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി അതിനകത്തുണ്ട് ദശാംശസ്ഥാനം ക്രമീകരിക്കാനുള്ള ടൂള്. അപ്പൊ നമ്മളിവിടെ 3, 4, 6 ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥാനമാണ്. അപ്പൊ 3.47 ഓട്ടോമാറ്റിക് ആവും. 1 സ്ഥാനമാണെങ്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം, 3.5 ആവും. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ദശാംശം മൊത്തം പോകും. അപ്പൊ 3 എന്നുള്ളത് കിട്ടും. 3.5 ആണെങ്കിൽ 3 ആവില്ല, അരയെ കൂടുതലാണെങ്കിൽ 3.5 പൈസ 4 പൈസയാവും. അപ്പൊ ഇത് അല്ലെങ്കിൽ 3.5 രൂപ 4 രൂപ. ഇങ്ങനെ ചെയ്യുന്നതിനാണ് അവിടെ ദശാംശം ക്രമീകരിക്കാൻ ടൂൾ. ഇങ്ങനെ കുറേ ടൂളുകളുണ്ട്. പിന്നെ അതിന്റെ മുകളിലുണ്ട് കുറെ ടൂളുകൾ. അപ്പോ ഇത് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഓരോ ക്രിയകൾ ചെയ്യാൻ വേണ്ടിയാണ്.
ഇനി നേരത്തെ പറഞ്ഞ പോലെ സെല്ലുകളെ തിരിച്ചറിയുന്നതിനാണ് സെൽ അഡ്രസ്. സെൽ അഡ്രസ് എന്ന നിരയുടെയും വരിയുടെയും പേരുകൾ ചേർന്നതാണ്. സ്പ്രെഡ്ഷീറ്റിലെ നിരയെ സൂചിപ്പിക്കുന്നതിന് കോളം ഹെഡറും വരിയെ സൂചിപ്പിക്കുന്നതിന് റോ ഹെഡറും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ABCDE ഇതാണ് കോളം ഹെഡറുകൾ. റോ ഹെഡറുകളാണ് 1, 2, 3. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് A4 B4. ആ A4 B4 എന്ന് പറഞ്ഞാണ് സെൽ അഡ്രസ്. ഇത് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇപ്പൊ ഇവിടെ ചിത്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിനകത്ത് സെൽ അഡ്രസ് എങ്ങനെയാണ് അല്ലേ. 7ാമത്തെ കോളത്തില് ഡിയുടെ താഴെയുള്ള സെല്ലാണ്. അപ്പോൾ D7 എന്നാണ് ആ സെൽ അഡ്രസ് കൊടുക്കുന്നത്. ഇങ്ങനെ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ശരിയാക്കാം. ഇനി ഇതിനൊരു സ്വാഭാവികമായൊരു നീളവും വീതിയുണ്ട്. ഇനി ഇപ്പൊ ടൈം ടേബിള് അതുപോലെ എന്തെങ്കിലും ക്ലാസ്സിലെ രജിസ്റ്റർ ഒക്കെ ആണെന്ന് കരുതുക. ഒരു സ്പ്രെഡ്ഷീറ്റ് എടുത്തു ക്ലാസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്പർ 1, 2, 3, 4. ഇവിടെ നെയിം, ഇവിടെ അറ്റൻഡൻസ് 1, 2, 3 ഓരോ ഡേറ്റുകൾ, ഓരോ മാസം ഓരോ ഡേറ്റുകൾ, ഇവിടെ പേര്. പക്ഷെ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഇപ്പൊ നെയിം എന്ന് കൊടുത്താൽ ഇവിടെ ഒരു ചെറിയത് കിട്ടുള്ളൂ. അതിന് നീളവും വീതിയൊന്നും ഇല്ലാത്തൊരു സെല്ലേ ഉണ്ടാവുള്ളൂ. സെല്ലിന് സ്വാഭാവികമായിട്ടുള്ള ഒരു വലിപ്പം മാത്രമേ കാണുള്ളൂ. അപ്പോ ഇവിടെ നെയിം ഇവിടെ എഴുതാൻ ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സെല്ല് വലുതാക്കാം. സെല്ല് മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ മൗസ് പോയിന്റർ ഇങ്ങനെ ഒരു ചിഹ്നം വരും ഇതിനകത്ത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കിയാൽ ഈ കോളം മൊത്തം വലുതാവും. ഇത് ഇവിടെ വരെ നീക്കി കഴിഞ്ഞാൽ 2 സെല്ലിന്റെ വലുപ്പത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലാക്കും. അപ്പോൾ ഇവിടെ വലിയ നെയിം എഴുതാൻ, പേര് എഴുതാൻ പറ്റും. അങ്ങനെ ഏത് സെല്ല് വേണമെങ്കിലും വലുതാക്കാൻ, ചെറുതാക്കാം. സാധാരണ പേരിന്റെ സെല്ലിന് മാത്രമേ വലുതാക്കുള്ളൂ, ബാക്കിയെല്ലാം സംഖ്യകളാണ് വരുന്നത്. ഇനി ഇതിനിപ്പുറത്തെ കോളത്തില് ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു കോളം കൊടുക്കണമെന്ന് കരുതുക. അപ്പൊ ബോയ് എന്നൊക്കെ എഴുതാൻ സ്ഥലം കിട്ടണമെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ച് വലുതാക്കും. ഇനി ഒരു സ്പ്രെഡ്ഷീറ്റിലെ സെല്ലുകളെല്ലാം ഒരേപോലെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാനും പറ്റും. അപ്പൊ ഇതെല്ലാം ഒരേ വലുപ്പത്തിലാക്കണം എന്ന് കരുതുക. ഈ ഹെഡ് ഇവിടെ ABCD എന്ന് കൊടുത്തിട്ടുണ്ട്, ഹെഡർ. ആ ഹെഡർ ഉൾപ്പെടെ മൊത്തം ഇങ്ങനെ സെലക്ട് ചെയ്യാം. മൊത്തം സെലക്ട് ചെയ്ത് വച്ച ശേഷം ഏതെങ്കിലും ഒരു സെല്ല് ഇങ്ങനെ അങ്ങ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇതിങ്ങനെ വലുതാക്കിയാൽ മൊത്തം എല്ലാം വലുതാകും. ഇതിങ്ങനെ ചെറുതാക്കിയാൽ മൊത്തം എല്ലാം ചെറുതാകും. അപ്പൊ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ ഹെഡർ സെലക്ട് ചെയ്യണം. ഇതുപോലെ തന്നെ കോളത്തിന്റെ ഹെഡർ 1, 2, 3, 4 സെലക്ട് ചെയ്തിട്ട് താഴോട്ട് നീട്ടിയാൽ കോളം വലുതാവും, കോളം ചെറുതാവും. ചിലപ്പോൾ കോളം വലുതാക്കാം, കോളം ചെറുതാക്കാം. ഇത് കോളത്തിനകത്ത് എഴുതി നടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അത് ഈ അലൈൻമെന്റ് ടൂൾ എടുത്ത് നടുക്കാക്കാം. ഇനി അതിന്റെ നടുക്കാക്കാനുള്ള പാർട്ടുണ്ട്, അത് ഫോർമാറ്റ് ചെയ്യാൻ. അതിനൊരു സോഫ്റ്റ്വെയർ, അതിനകത്തൊരു ആപ്ലിക്കേഷൻ ബോർഡുണ്ട്, ഫോർമാറ്റ്. ആ ഫോർമാറ്റ് എടുത്ത് നമുക്ക് ആവശ്യത്തിൽ വലുപ്പങ്ങൾ മാറ്റും മറിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനാണ് ഈ കോളം ഹെഡറും റോ ഹെഡറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരുപാട് അതിനകത്ത് ട്രിക്കുകളും ഒരുപാട് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ പാലിന്റെ അളവാണ് നമ്മൾ പറയുന്നത്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോ നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് എടുത്തു. ആൾക്കാർ വാങ്ങിയ പാലിന്റെ കണക്കുകൾ എഴുതാൻ വേണ്ടി ഒരു സ്പ്രെഡ്ഷീറ്റ് എടുത്തു. ഇവിടെ നമ്പർ 1, 2, 3, 4, 5 പേരാണ് കണക്ക് കൂട്ടുക. ഇവിടെ നെയിം അതിന് വലുതാക്കി കൊടുക്കുക. ആൾക്കാരുടെ പേര് കമല, ഖദീജ, ലതിക, ശോഭന എഴുതി പോയി എഴുതുക. പ്രമീള. ഇനി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. Quantity of milk. Number of days.
ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് വേണമെങ്കിൽ 2 വരിയായിട്ട് എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഈ വലിപ്പം കൂട്ടിയിട്ടില്ലെങ്കിൽ ഇത് 2 വരിയായിട്ട് എഴുതാം. അതിന് വേറെ മാർഗം ഉണ്ടെന്ന് പിന്നെ പറഞ്ഞുതരാം. 2 വരിയായിട്ട് എഴുതാം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് മാത്രം എഴുതിയാൽ മതി. നമ്പർ ഓഫ് ഡേയ്സ്. ഇനി പാലിന്റെ വില എമൗണ്ട് ലിറ്ററിന് 50 എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി 5 പേരെ ഉള്ളൂ എന്ന് കരുതുക. 1 2 3 4 5 6 റോസ് വരികൾ. ഒരു വരിന് നമ്പർ കൊടുക്കാൻ വേണ്ടി സീരിയൽ നമ്പർ 1 2 3 4 5 കോളംസ്, 5 നിരകൾ. ഒന്നാമത്തത് നമ്പർ കൊടുക്കാനും രണ്ടാമത്തെ പേര് കൊടുക്കാനും അടുത്തത് പാല് വാങ്ങിയതിൻ്റെ പാലിൻ്റെ അളവ്, രണ്ടാമത്തെ എത്ര ദിവസം, മൂന്നാമത്തെ എമൗണ്ട്. അത് സ്ഥിരമായ സംഖ്യ അവിടെ 50 എന്ന് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയുമായ കോളത്തിനകത്തുണ്ടാവും. ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്ത് ഒരു കടലാസിലാണ് ഒരു ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേഷൻ്റെ അളവ് കൂടുന്തോറും എണ്ണം കൂടുന്തോറും കണക്കുകൾ തെറ്റാൻ സാധ്യതയും കൂടും. ഇവിടെ അത് വേണ്ട, ഒരിടത്ത് ചെയ്താൽ മതി. ഇവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 2 1 3 4 5. നമ്പർ ഓഫ് ഡേയ്സ് 21 22 23 24 24. അപ്പോൾ കമല 2 ലിറ്റർ മിൽക്ക് പാല് വെച്ച് 21 ദിവസം വാങ്ങിച്ചു. ഖദീജ 1 ലിറ്റർ വെച്ച് 22 ദിവസം വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണും. ഇവിടെയാണ് എല്ലാം എഴുതിയ ശേഷം അടിയിലത്തെ കോളം ടോട്ടൽ. ഈ 2 കോളം കൂടെ മെർജ് ചെയ്ത് എഴുതിയാൽ മതി. ഇതിൻ്റെ ടോട്ടൽ കാണും. ടോട്ടൽ കാണാൻ എളുപ്പമുള്ള മാർഗമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ഷനായി. മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ എന്താവും, ഈ സംഖ്യ വരുന്ന കോളങ്ങളെല്ലാം അതിനകത്ത് സെലക്ഷൻ ആവും. അപ്പോൾ 5 4 9 3 12 13 15 ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോളം. ഇനി നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല ഇവിടെ വന്നിട്ടുണ്ടാവും. ഈക്വൽ ടു ഇതിപ്പോൾ A B C D E ആയിരിക്കും കോളം ഹെഡ്. അപ്പോൾ D1 മുതൽ ഇവിടെ ഉണ്ടാവും 1 2 3 4 5 6 റോ ഹെഡുകൾ. അവിടെ ആദ്യത്തെ ഒന്നായിരിക്കും. 1 നമ്മൾ ഉപയോഗിച്ച നമ്പർ സീരിയൽ നമ്പർ എഴുതാനാണ്. 2 മുതലേ നമ്മൾ സംഖ്യകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോളം ഏതായിരിക്കും? C2 C2 ഒരു കുത്ത് ഈസ് ടു C6 ഇങ്ങനെയാണ്. ഈക്വൽ ടു സം ഒരു ബ്രാക്കറ്റിൽ. ഇതിനർത്ഥം ഇതിപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഷോർട്ട് കട്ടായിട്ട് ഇത് വരും. C2 മുതൽ C6 വരെയുള്ള കോളത്തിലെ സംഖ്യകളുടെ തുക. ഇത് ക്ലിക്ക് ചെയ്താൽ ഇനി ഇത് ക്ലിക്ക് ചെയ്യാതെ നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യുക. മുകളിൽ സമം ചിഹ്നമുണ്ട്, സമം കൊടുക്കുക. ക്യാപിറ്റലോ സ്മോളോ വേണമെന്നൊന്നുമില്ല. അക്ഷരം സം എന്ന് അടിച്ചു കൊടുക്കുക കമ്പ്യൂട്ടറിനകത്ത് കീബോർഡ് വെച്ച്. ഒരു ബ്രാക്കറ്റ് C2 ബ്രാക്കറ്റിൽ ഈ ചിഹ്നം ഉണ്ടാവും. ഈ 2 കുത്ത് C6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ഞെക്കിയാൽ ഇതേ പതിരിച്ച് വരും. അപ്പം അത്രയും പണി നമ്മൾ ചെയ്യണതിന് പകരം അതിനുള്ള ഷോർട്ട് കട്ടാണ് സിഗ്മ. ഇവിടെ ഉള്ള ഈ സംഖ്യകൾ ഇവിടുന്നാന്ന് കരുതുക. ഇങ്ങനെ സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇവിടെ സിഗ്മ, ഈ ചിഹ്നത്തിൽ പറഞ്ഞ സിഗ്മ ആണ്. ഈ സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആ കോളങ്ങളുടെ തുക കിട്ടും. കോളമായിട്ടും റോ ആയിട്ടും സംഖ്യകൾ ഉണ്ടെന്ന് കരുതുക. കമ്പ്യൂട്ടർ ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇതായിരിക്കും, ഒരു നിരകളുടെ തുകയായിരിക്കും കാണുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോളത്തിന്റെ തുക ആക്കണമെന്ന് കരുതുക. ഇത് ഇവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടൊക്കെ വലിച്ചാൽ മതി. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടർ മനസ്സിലാവും കോളത്തിന്റെ ടോട്ടലാണ്. അപ്പൊ എങ്ങനെയായാലും വരും. ഇതിപ്പോ ക്വാളിറ്റി മിൽക്ക് ഈ മുകളിലോട്ട് വരുന്ന റോസിന്റെ ടോട്ടലാണ് 15.
ഒരിടത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ പണി ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഇവിടെ ഇപ്പോൾ 15 നമ്മൾ കാണുന്നതെങ്കിലും ഈ മുകളിലത്തെ പോയിന്റിൽ കൊടുത്തേക്കുന്ന ഫോർമുല മാത്രം സം C2:C6. ഈ സിഗ്മ ഞെക്കിയപ്പോൾ അവിടെ വന്നത് ഷോർട്ട് കട്ടാണ് ഫോർമുല. നമുക്ക് ഈ ഫോർമുല ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ഈ കോളം സെലക്ട് ചെയ്യുക, ഈ മൂലയിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ഓൾറെഡി വരും. 6 4 10 4 14 ശിഷ്ടം 1 3 5 7 9 11 114. നിങ്ങൾ ഇവിടെ ചെന്ന് നോക്കിയാൽ കാണാം. ഈ ഫോർമുല ഇങ്ങോട്ട് കോപ്പി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഓൾറെഡി അത് മാറ്റിക്കോളും. ഇതേതായിരുന്നു? സം C3:D3:D6. D3 മുതൽ D6 വരെയുള്ളത് അത് ഇങ്ങോട്ട് ഒന്നും കൂടെ വലിക്കുക. അപ്പോൾ എന്താവും? ഇവിടെയും ടോട്ടൽ വരും. ഇവിടെ നമ്മൾ എമൗണ്ട് കണ്ടിട്ടില്ല എങ്കിൽ ഇവിടെ 0 എന്ന് പറഞ്ഞുകൊണ്ട് വരും. കാരണം ഇവിടെയൊക്കെ 0 ആയിട്ടാണ് കണക്കോട്ട്. ഇതിലൊക്കെ ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന സം E3:E6 ഫോർമുല ഓൾറെഡി ഇത് കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരിടത്ത് മാത്രം ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വലിച്ച് എത്ര കോളത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇവിടം വരെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഇത്രയും കോളം ഇതാണ് 0 കിട്ടും. കാരണം 0 കിട്ടാൻ കാരണം ഇവിടെയൊക്കെ 0 ആയതാണ്. ഇനി നമ്മൾ ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യണം. 2നെ 21 കൊണ്ട് ഗുണിക്കണം. അതിവിടെ സിഗ്മ പോയി ഞെക്കരുത്. ഇവിടെ സിഗ്മ ഞെക്കിയാൽ കിട്ടുന്നത് ടോട്ടൽ തുക മാത്രമേ കിട്ടുള്ളൂ. സിഗ്മ എവിടെ പോയി ഞെക്കി കഴിഞ്ഞാൽ കിട്ടുന്ന 23 എന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യം 2 × 21. അപ്പോൾ നമ്മൾ ഫോർമുല കൊടുക്കുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഫോർമുല മോളിൽ കൊടുത്താൽ ഈ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ കൊടുത്താലും ഫോർമുല ഇവിടെ വരുള്ളൂ. അപ്പോൾ മോളിൽ വന്നതായിട്ട് കണക്കൂട്ടിയാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെന്ന് കരുതുക, മൗസ് വെച്ച് ഇത് സെലക്ട് ചെയ്തു ഈക്വൽ ടു ഇത് C2 2 എന്ന് കൊടുക്കരുത്. 2 × 21 കൊടുത്താൽ ഇവിടെ 42 വരും. പക്ഷെ ഇങ്ങോട്ട് ഫോർമുല കോപ്പി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒക്കെ 42 ആയിരിക്കും തന്നെ. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് 2 × 21. അതിന് പകരം C2 സെലക്ട് ചെയ്യണം. അതിന് ഈക്വൽ ടു കൊടുത്തിട്ട് മൗസ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് 2 എന്നല്ല തന്നെ C2. പിന്നെ ഗുണിക്കാനുള്ള കമ്പ്യൂട്ടറുടെ ചിഹ്നമാണ് ഒരു സ്റ്റാർ ഉണ്ടാവും നിങ്ങളുടെ കീബോർഡിൽ. സ്റ്റാർ ഞെക്കുക. പിന്നെ D2 ഒന്നെങ്കിൽ D2 എന്ന് അടിച്ചു കൊടുക്കുക. ഇത് C2 എന്ന് അടിച്ചു കൊടുത്താലും മതി. C2 × D2. പക്ഷെ എളുപ്പം C2 അടിച്ചു കൊടുക്കുകയല്ല, ഈക്വൽ ടു എന്ന് കൊടുത്താൽ തന്നെ ഫോർമുല ഡിറൈവ് ചെയ്യാനാന്ന് കമ്പ്യൂട്ടർ മനസ്സിലാവും. ഫോർമുല ഉപയോഗിക്കാനാണ്. എന്നിട്ട് ഇവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഇൻറ്റു കൊടുത്തിട്ട് ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈക്വൽ ടു C2 × D2. എൻ്റർ ഞെക്കുക. ഇവിടെ 42 എന്ന് വരും. പുറമേക്ക് 42 ആണ്. പക്ഷേ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന C2 × D2 എന്നാണ്. ഫോർമുലയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ മൂലയെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നേരം മൂലയെ പിടിച്ച് താഴോട്ട് വലിക്കുക. അപ്പോൾ ഇവിടെ 22 69 96 120 ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇവിടെ 0 എന്നുള്ളത് മാറും. 42 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 42 എന്ന് വരും. ബാക്കിയൊക്കെ 0 ഇട്ട് കണക്കൂട്ടും. അടുത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ സംഖ്യകളുടെ എല്ലാം തുക ഇവിടെ ഉണ്ടാവും. 4 13 19 ശിഷ്ടം 1 5 7 13 22 24 ശിഷ്ടം 2 3 349 വരും. ഇവിടെ മൗസ് കൊണ്ടുപോവുകയാണെങ്കിൽ കാണിക്കുന്നത് ഇതിന്റെ ടോട്ടലായിരിക്കും. എന്ന് പറഞ്ഞാൽ സം E2:E6 അതാണ് ഇവിടെ. E2:E6 E2 എന്ന് പറഞ്ഞാൽ ഈ ഗുണനഫലം. C1 × C2 × D2 ആണിത്. C3 × D3 ആ സംഖ്യയായിരിക്കും ഇവിടെ വന്നെ. ഈ കോളത്തിന്റെ പേര് E2. അപ്പൊ E2 മുതൽ E6 വരെയുള്ള തുക നമ്മളത് നോക്കണ്ട. ഇവിടെ ഒരെണ്ണം കണ്ടിന്യൂഡ്. അപ്പൊ ആകെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. അത് എളുപ്പം അവിടെ കൊടുത്താൽ മതി. ക്ലിക്ക് ആ സിഗ്മയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ടോട്ടൽ കിട്ടും. ഇങ്ങോട്ട് വലിക്കുക. ഇതിപ്പോ ഒരു 10 കോളം ഉണ്ടെങ്കിലും ഒറ്റ വലിക്കുക 10 കോളത്തിനെയും ടോട്ടൽ കിട്ടും. ഇനി ഒരിടത്ത് ഇവിടെ ചെയ്യണം ഗുണനഫലം. അത് താഴോട്ട് വലിക്കുക. അപ്പൊ എന്താവും? ഇവിടെ ഒരു 100 കോളം ഉണ്ടെങ്കിൽ 100 കോളം ഒറ്റ വലിച്ചാൽ മതി. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ, അതിന് മാർക്ക് വരുന്നത്. അപ്പൊ എന്താവും? ഇവിടെ ടോട്ടൽ കിട്ടും. ഇപ്പൊ കൃത്യമായ സംഖ്യ ഇവിടെ കിട്ടും. ഫയലില് പാലിന്റെ അളവാണ്.
ഈ വേണമെങ്കിൽ ഇത് സ്ഥിരമായിട്ട് സൂചിക്കും. ഇവിടെ വലതുവശത്ത് സേവ് ബട്ടൺ ഉണ്ടാവും. സേവ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിന് പാലിന് മിൽക്ക് എന്ന് പേര് കൊടുത്തൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് വയ്ക്കുക. ഫയലിനൊരു പേര് കൊടുക്കുക. അപ്പോൾ ഇത് എന്നും അവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നോക്കാം. ക്ലിക്ക് ചെയ്താൽ തുറക്കുക, മാറ്റം വരുന്നെങ്കിൽ മാറ്റം വരുത്തുക. അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം രണ്ടാമത് എടുത്ത് ചെയ്യുമ്പോഴായിരിക്കും ഒരാൾ എന്ന് പറയുന്നത് ഞാൻ 24 ദിവസം അല്ല വാങ്ങിച്ചത്, 20 ദിവസമേ വാങ്ങിച്ചുള്ളൂ. ഒന്നും ചെയ്യണ്ട, ഇതൊന്നും കൂടെ എടുക്കുക. 24 എന്നുള്ളത് 20 ആക്കുക. നേരത്തെ നമ്മൾ ഒരിടത്ത് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം വെട്ടിത്തിരുത്തേണ്ടി വരും. ഇവിടെ ഒരു മാറ്റം വരണ്ട. ഇവിടെ 20 ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കും ഈ 120 എന്തായി 100ആയി. 349 329 ഇത് ഓൾറെഡി മാറിക്കോളും. ഇവിടെ 20 മാറ്റിയാൽ ഇതും മാറും. കാരണം ഇത് മാറുമ്പോൾ ടോട്ടൽ മാറും, ഈ ടോട്ടൽ മാറും. അപ്പോൾ ഇനി എന്ത് മാറ്റം വന്നാലും ഇനിയിപ്പോൾ ഒരാൾ 4 ലിറ്റർ അല്ല വാങ്ങി 3 ലിറ്റർ ആണെന്ന് പറഞ്ഞു എന്ന് കരുതുക. എഡിറ്റ് ചെയ്യാൻ നേരത്ത് മാറ്റുമ്പോൾ അത് 3 ആക്കുക. അപ്പോൾ 96 എന്താവും 72ആയി മാറും. ആ വ്യത്യാസം ഇവിടെ വന്നോളും. ഈ 2 സംഖ്യ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ ഇപ്പോൾ ബാങ്കിലൊക്കെ ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടണം അങ്ങനെയല്ല. പണ്ട് ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്കിൽ ഇൻട്രസ്റ്റ് എത്രയെന്ന് ചോദിച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒന്നും വേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് വിവരം ഉണ്ടാവും, എത്ര തുക എന്നും കിട്ടും. അപ്പോൾ ഇതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഗുണം. അപ്പോൾ തുക കാണാൻ ഇതേപോലെ തുക പ്രദർശിപ്പിക്കാനെല്ലാം ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിലങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വേറെയും അറിയാനുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വരുന്ന എപ്പോഴും നല്ലതായിരിക്കും. ടെക്സ്റ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. 3ാമത്തെ യൂണിറ്റ് മൊത്തം ഒന്ന് വായിക്കുക. വായിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഒരുപാട് ഭാഗങ്ങൾ അതിൻ്റെ ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം. ഒരു കമ്പ്യൂട്ടർ അത് ചെയ്തു നോക്കിയാലേ ശരിക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളവർ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇതേപോലെ ഒരു ക്രിയ ചെയ്ത് നോക്കുക. ഈ കമ്പ്യൂട്ടർ ഇല്ലാത്തവർ വേറെ കമ്പ്യൂട്ടർ ഉള്ള ഒരാളുടെ അടുത്ത് പോയി സ്പ്രെഡ്ഷീറ്റ് തുറന്ന് ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാനും വളരെ എളുപ്പമുണ്ടാവും. നമ്മൾ സ്വന്തം ചെയ്ത് നോക്കി. ബാക്കി അടുത്ത ക്ലാസ്.